നമസ്കാരം, വെൽക്കം ടു സ്പൈസി ജേർണി. നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും വേറൊരു യാത്രയുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയി. ഞങ്ങൾ 3 പേരും റൂമിൽ തന്നെയുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് റൂമിൽ തന്നെയുണ്ട്. ആക്ച്വലി നമ്മൾ ഈ റൂം ടൂർ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമ്മളത് ഫസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് വീഡിയോ കവർ ചെയ്യുന്നത്. അപ്പോൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള അംബിക ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം എടുത്തത്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. നല്ല റൂമായിരുന്നു, വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി റൂമായിരുന്നു. നമ്മളപ്പോൾ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. ഏകദേശം രാത്രി ഒരു 1 മണിക്കൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 2:30 എന്തുവാണ് ട്രെയിനുള്ളത്. നല്ല കുറ്റിരുട്ടാണ്. ഒരുപാട് പേര് നമ്മളെപ്പോലെ അവിടെ വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. സമയം രാവിലെ 3 മണി. ഇപ്പോഴും ട്രെയിൻ വന്നിട്ടില്ല. ട്രെയിനിനായി വെയിറ്റിംഗ്. തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായില്ലേ? നമ്മൾ 1:30 വന്നു. കുറേ നേരം നമ്മളിങ്ങനെ സുർക്കുപൊന്നയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാത്തുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ഏകദേശം ഒരു 3-3:30 മണിയായപ്പോൾ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി കിടന്നു സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എണീച്ച് സൺകിസ്ഡായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ എടുക്കണത്. അവിടെ മോൾ ഉറക്കം എണീറ്റു. പിന്നെ സ്ഥിരം ചിരിയും കളിയും ചെല്ലവും പരിപാടികളും ഒക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുന്നത്. ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റിംഗ് ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എല്ലാവരും ഉറങ്ങി എണീച്ചിരിക്കുന്ന സീനാണിത്. തലമുടി പോലും കോതി വെച്ചിട്ടില്ല. കുറച്ച് നേരം നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സുർക്കുപൊന്നിന് ഉറക്കം വന്നു. അപ്പോൾ അവളെ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ ഉപ്പുമാവാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ഉപ്പുമാവായിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ ബ്രെഡ് ഓംലെറ്റാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. ബ്രെഡ് ഓംലെറ്റ്. ചായ, കോഫി. കഴിക്കൂ. കൊള്ളാമോ? എല്ലാം കാട്ടി കൊള്ളാം. നമ്മളുടെ ബാക്കിൽ അമ്മമ്മന് വീഡിയോ എടുക്കാൻ നിന്നാ ഒട്ടനെ മിണ്ടായി. ഇടോ നോക്ക്. 1.5 മണിക്കൂർ ലേറ്റാണ്. അപ്പം വൈകുന്നേരം എപ്പോൾ എത്തും? 6:20 എന്നുള്ളത് 8 മണിയെങ്കിലും 8 മണി അടുപ്പിച്ചാവും. അവിടെ നിന്ന് വണ്ടി എടുത്ത് റോഡിലെത്തുമ്പോൾ മണി 10 ആവും. ചേച്ചി തനി കർട്ടനൊക്കെ ഉണ്ട്. പ്രൈവസി അവിടെ റീഡിങ് ലൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വായിക്കാൻ പുസ്തകം എടുക്കാൻ മറന്നുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ബുക്കില്ലെങ്കിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ കട്ടൻ.
ഓ ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്. കഴിച്ച് നോക്കാം. ഇല്ലല്ലോ, പീസില്ല, ഗ്രേവി. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. 2 ലെഗ് പീസും ഒരു ഗ്രേവിയുടെ ഇതും ഓണിയനും കുറച്ച് ചപ്പാത്തി. റൈസ്, സാലഡ്, കറി, കേട്, പരിപ്പ്, പരിപ്പ്, മൈസൂർ പാക്ക്, സ്വീറ്റ്, മൈസൂർ പാക്ക്, കോളിഫ്ലവർ, ഒരു അച്ചാർ, പിക്കിള്, പിന്നെ ഇതുണ്ടായിരുന്നു, പിന്നെ റൊട്ടി ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു. കൊള്ളാം, നല്ല വെൽ പാക്ഡ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വയ്ക്കണം. ലീക്കൊന്നും ആയിട്ടില്ല, മിക്സ് ആയിട്ടില്ല. കറക്റ്റ് ടൈമിന് ഡെലിവറി, ബഡ്ജറ്റ് റേറ്റിൽ ഫുഡ്, അത്യാവശ്യം നല്ല ഫുഡ് അല്ലേ. നമ്മൾ കഴിച്ച റൊട്ടി നന്നായിരുന്നു. അത് കഴിച്ചു നോക്കാം. കൊള്ളാം, റൈസും കൊള്ളാം, സോഫ്റ്റ് ആയിരുന്നു, നല്ല വന്നിട്ടുണ്ട്. കറി കൂടി ഒന്ന് നോക്കിയിട്ട് പറയാം. കറി, കടലക്കറി, ചനാ മസാല, കറി കൊള്ളാം. കോളിഫ്ലവറും ഓക്കെ. ദാൽ കറി മാനേജ് ചെയ്യാം. ട്രെയിനിൽ നിന്ന് ബിരിയാണി വാങ്ങി കഴിക്കണേക്കാട്ടി ടേസ്റ്റിയാണ്, ബഡ്ജറ്റ് റേറ്റ് ആണ്, ക്വിക്ക് ഡെലിവറി ആണ്, വെൽ പാക്ഡ് ആണ് അല്ലേ. അത്യാവശ്യം ഒരാൾക്കല്ല 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഫുഡുണ്ട്. ഇത് 241 രൂപയും പ്ലസ് ടാക്സ്, അപ്പോൾ മൊത്തത്തിൽ 251 രൂപ. 251 റുപ്പീസിനാണ് ഡെലിവറി പേഴ്സൺ കറക്റ്റായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഡോറിൻ്റെ അടുത്ത് തന്നെ വന്നു കറക്റ്റായിട്ട്. കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിനകത്ത് തന്നെ ഇന്ന സ്റ്റേഷനിൽ അവർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് വന്നത്. നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതുപോലെ ട്രെയിൻ യാത്രയ്ക്ക്. യാത്രയ്ക്ക് പറ്റിയ ഒരു ആപ്പാണ് ട്രെയിൻ ഓൺ വീൽസ്. ട്രെയിൻ ഓൺ വീൽസ് അല്ല, ഫുഡ് ഓൺ ട്രാക്ക്. ഫുഡ് ഓൺ ട്രാക്ക് ആണ്. പ്ലെയിന് കാണാമല്ലോ. ഹായ്, ചേച്ചിയുടെ അനിയത്തിയുടെ പേരെന്തോന്ന്? കുഞ്ഞുവാവയുടെ പേര് ചൂടൊന്നുമില്ല. അവിടെ ക്യാമറ കണ്ടോണ്ടോ കാണിച്ചു. ട്രെയിൻ ഇപ്പോഴും 1.5 മണിക്കൂർ ലേറ്റ്. മാക്സിമം എല്ലാവരും പോയി അല്ലേ. നമ്മൾ ഒരു 4-5 പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അപ്പുറത്തെ സൈഡ് സീറ്റിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴും സുഖം ഉറക്കാം. അതെ, കരുനാഗപ്പള്ളി കഴിഞ്ഞു. ഇനി ഒരു 3-4 സ്റ്റേഷൻ കൂടെ ഉള്ളൂ. പക്ഷെ 1.25 മണിക്കൂറാവും. കേട്ടെ, കണ്ണമ്മു എവിടെ? കണ്ണമ്മൂട്ട എടാ 7 മണി കഴിഞ്ഞു. ഇതുവരെയായിട്ട് നമ്മൾ എത്തിയില്ല. തിരുവനന്തപുരം എത്താറാവണം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ തിരുവനന്തപുരം എത്തും. വണ്ടി 1.25 മണിക്കൂർ ലേറ്റ് ഇല്ലേ. 1.25 മണിക്കൂർ ലേറ്റ്. എല്ലാവരും ഇറങ്ങി. മാക്സിമം നമ്മൾ 3 പേരും വേറെ ഒരാളോ 2 പേരോ മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ തമ്പാനൂരെത്തി. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ നമ്മൾ നെയ്യാറ്റിൻകരയ്ക്ക് പോവുകയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് കാർ എടുത്തിട്ട് വേമ്പന്നൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഫുൾഫിൽ ആകുന്നത്. ഇനിയും ട്രാവൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് സ്പൈസി ജേർണി. താങ്ക് യു.